നമ്മളുടെ സ്ഥിരം ട്രാക്ക് മാറി നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോട്ടലിലെ ഫുഡല്ല, മറിച്ച് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ട്രെയിനിലെ ഫുഡാണ്. നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ ഇന്ത്യൻ ഫുഡ് ബ്ലോഗർ. നമ്മൾ ഇന്ന് എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ IRCTCയുടെ രാജധാനി എക്സ്പ്രസ്. ടിക്കറ്റിന്റെ വില വരുന്നത് 3500 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി. അതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചായയും കടികളും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ്. ട്രെയിനിലെ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു നൈറ്റ്മെയർ ആണ്. പക്ഷെ ഈ ഒരു പാക്കേജിൽ എടുത്ത ഫുഡ് പ്രിറ്റി ഡീസന്റും ക്വാളിറ്റിയുള്ള ഫുഡുമായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓംലെറ്റും ബ്രെഡും ബട്ടറും ചായയും ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് പതുക്കെ ഒരു മയക്കം കഴിഞ്ഞ് കുറച്ച് ചീട്ടൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയായി. ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് ഉണ്ട്. ലഞ്ച് നമുക്ക് വെജ് ഓപ്ഷൻ ഉണ്ട്, നോൺ വെജ് ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളെടുത്തത് നോൺ വെജ് മീൽ ആയിരുന്നു. അതിൽ തന്നെ 3 ചപ്പാത്തിയും ചെറിയ പോർഷൻ റൈസും ദാൽ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ ഡിസേർട്ട് ആയിട്ട് രസഗുലയും ഉണ്ടായി. റൈസ് ആയിക്കോട്ടെ, ദാൽ ഫ്രൈ ആയിക്കോട്ടെ, ചിക്കൻ കറി ആയിക്കോട്ടെ pretty ഡീസന്റ് ആയിരുന്നു. ആകെ എനിക്ക് തോന്നിയത് രസഗുല അത്ര മജാപ്പ ഉണ്ടായില്ല. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. ഇനി ചെറിയൊരു മയക്കം. ട്രെയിനിൽ തന്നെ പാൻട്രി ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് സമൂസയും പാവും വടാപ്പാവും എല്ലാം വരും. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. എല്ലാം കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ വടാപ്പാവ്, അതും ട്രൈ ചെയ്തു. സമയം ഒരു 4 ആകുമ്പോഴേക്കും നമുക്ക് ചായയും സമൂസയും പേടയും എല്ലാം നമുക്ക് വരും. അതും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാം കൊണ്ടും ഇറ്റ് വാസ് ആൻ അമേസിംഗ് ജേർണി. അപ്പൊ നിങ്ങൾ ഇനി എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ പ്ലാൻ എന്നാണെങ്കിൽ ഡു ഓർ ഫോർ രാജധാനി എക്സ്പ്രസ്. അവിടുത്തെ ഫുഡും ജേർണിയും അമേസിംഗ് ആണ്.